ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് ഇന്ന് നല്ല മഴയുള്ള ഡേ ആണ്. അപ്പം ഞാനും അമ്മയും കൂടി ഇന്ന് ചേമ്പ് പുഴുങ്ങി മീൻകറിയും കൂടി കഴിക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചേമ്പും പുഴുങ്ങി മീൻകറിയും കൂടി കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് നിങ്ങളും ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയിട്ട് ഫുഡ് റെഡിയാക്കി കഴിക്കാം. വാ ഗൈസ്, ബാ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ബാ ഗൈസ്, ഇവിടെ അമ്മ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ വെള്ളം ഇങ്ങെത്തിയിരിക്കുന്നു. അമ്മ അങ്ങനെ മീൻ വെട്ടി കഴുകാൻ പോവുകയാണ്. നല്ല പെടയ്ക്കുന്ന മീനാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണ്? നല്ല ചൂരക്കറിയും. ഇതെന്താ അമ്മേ? എന്താ ചേമ്പ് പുഴുങ്ങിയത്. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഗൈസ്, അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ ചാറ്റലൊക്കെ ഉണ്ട്. നമ്മുടെ ടൈഗുമോൻ അത് നോക്കി നിൽക്കുകയാണ്. വല്ലതും തരുമോ, അമ്മ വല്ലതും തരുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ്റെ നിൽപ്പ്. അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കി നമ്മളിരിക്കുകയാണ്. മഴ പെയ്ത് നനഞ്ഞ് കിടക്കുകയാണെല്ലാം. തുളസി പാവയ്ക്കൊക്കെ ഉണ്ട്. അവിടെ നിൽക്കുന്ന ഒരു കറിവേപ്പിലയാണ്. പിന്നെ ഇവിടെ തെങ്ങ്. എന്തോ അമ്മ ഇപ്പൊ ചെയ്യുന്നേ? ഇതിൻ്റെ അഴുക്കെല്ലാം കളയുമ്പോൾ ഉപ്പിട്ട് കഴുകി എന്തോ ഗുണം? ഇതിൻ്റെ അഴുക്കെല്ലാം പോകും. ഇതിൻ്റെ അകത്തിരിക്കുന്ന അഴുക്കെല്ലാം പോകും. നല്ല ഇതാവും, വൃത്തിയാകും. ഗൈസ്, അപ്പോൾ ഉപ്പിട്ട് കഴുകിയാൽ വൃത്തിയാകുമെന്നാണ് സുലൈമ പറയുന്നത്. പരിഞ്ഞിലും ഉണ്ട്, കണ്ടോ? അങ്ങനെയൊക്കെ വറുത്ത് തരാം. ഓക്കേ ഗൈസ്, ഈ പരിഞ്ഞിൽ അമ്മ എനിക്ക് വറുത്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മീൻ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അമ്മ അത് മുറിക്കുകയാണ് കറിക്ക് വേണ്ടിയിട്ട്. ചൂരക്കുഞ്ഞാന്ന് പറയണം. അതെ, ചൂരക്കുഞ്ഞാന്ന് പറയണമെന്നൊക്കെ അമ്മ പറയുകയാണ്. ചൂരയെന്ന് ഓർക്കുമ്പോൾ ഓരോർക്കും വലിയ ചൂരയാണ്. ഗൈസ്, അങ്ങനെ എല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ വറക്കാനുള്ള പരിഞ്ഞിലും ഇതിനകത്തിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് അടുപ്പിലോട്ട് വെക്കാൻ ചെയ്യണം. അമ്മ കറിവേപ്പില എടുക്കാൻ പോയേക്കുവാണ്. അമ്മയുടെ സ്വന്തം കറിവേപ്പില അമ്മ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുപ്പത്ത് വെക്കാനൊക്കെ പോവാ. ഗൈസ്, അങ്ങനെ മീൻകറിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ചേമ്പ് റെഡിയാക്കാം. അമ്മ ഇവിടെ ചേമ്പ് റെഡിയാക്കാൻ പോവാണ്. കടയിൽ നിന്ന് മേടിച്ചതാ 1 കിലോ 120 രൂപ. അമ്മ ചേമ്പ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മുടെ ടൈഗുമോൻ നോക്കി നിൽക്കുകയാണ്, അവന് വല്ലതും കിട്ടുമെന്ന് ഓർത്ത്. നോക്കൂ ഗൈസ്, ഈ മഴയത്ത് അമ്മ നമുക്ക് വേണ്ടി ചേമ്പും മീൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, സമയം അങ്ങനെ ചേമ്പിൻ്റെ വൃത്തിയാക്കൽ ഏകദേശം കഴിയാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വെളിയിൽ മഴ അതിഭീകരമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് മഴ നനഞ്ഞു നിൽക്കുന്ന നമ്മുടെ ടൈഗുമോൻ. ഓടിപ്പോവാ കണ്ടോ, എൻ്റെ അനുസരണയുള്ള കുഞ്ഞാണ്. ഓടി എൻ്റെ വന്നെൻ്റെ പൊന്ന്. ടൈഗുമോനെ ഇങ്ങോട്ട് നോക്കിയേ. ഹായ് പറ.
ഇല്ല, ഹായ് ഒന്നും ആർക്കും ഇല്ലെന്നാണ് അവൻ പറയുന്നത്. ആസ്വദിക്കുകയാണ് ഗൈസ്, മഴ ആസ്വദിക്കുക. സമയം വൃത്തിയാക്കിയ ശേഷം ഇപ്പം മുറിക്കുകയാണ്. ഓരോന്ന് പീസാക്കി ഇടുകയാണ് ഗൈസ്. ദേവോന്നറിയത്തില്ല, അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇടുന്നത്. കുറേ ദിവസമായി ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് ഇന്നാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ വേവ് ഉണ്ടോ എന്നൊക്കെ ആർക്കറിയാം ഗൈസ്, ഉണ്ടാക്കിയ ശേഷം മാത്രമേ അറിയൂ. നമ്മൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എല്ലാ സാധനങ്ങളും വൃത്തിയാക്കിയിട്ടുണ്ട്. അമ്മ ഇനി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് അമ്മയുടെ കൂടെ പോകാം. അമ്മ ഓടുകയാണ് ഗായ്സ്, നമുക്ക് പോടാം ഗായ്സ്. അമ്മ റെഡിയാക്കാൻ പോവുകയാണ്. ഞാനും ടൈഗും ഒപ്പം ഓടുകയാണ് ഗായ്സ്. ഇവിടെ അമ്മ മീൻകറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഇഞ്ചിയാണ് അമ്മ റെഡിയാക്കുന്നത്. വെളുത്തുള്ളി അങ്ങനെ ഏകദേശം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻകറിക്ക് വേണ്ടിയിട്ട്, അല്ലേ അമ്മേ? എല്ലാം ശരിയാണ്. എല്ലാം അമ്മ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അമ്മയെ പിന്നെന്താ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുടംപുളിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡി ആകുമ്പോഴത്തേക്ക് അതിലോട്ടിടാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് ഒരു ഫോൺ വന്ന് അമ്മ ഫോൺ വിളിക്കാൻ പോയത് ഗൈസ്. റെഡിയാക്കി അങ്ങനെ റെഡിയാക്കി വെച്ച മുളക് പൊടി മല്ലിപ്പൊടി കുടംപുളി എല്ലാം അമ്മ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനോട് വെള്ളം ചേർക്കുകയാണ്. എന്തോ അമ്മ ഇടുന്നേ? ഉപ്പ്. അമ്മ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, അത് കണ്ടോ നമ്മൾ പോയി പൊട്ടുന്നത്. അപ്പം അമ്മ ഇനി അതിലോട്ട് മീനിടുക. അങ്ങനെ എല്ലാ മീനും അതിലോട്ട് ഇടുകയാണ്. ഇനി മീനെല്ലാം ഇട്ടു. ഇട്ട അമ്മ ഇളക്കുന്നേ മഞ്ഞപ്പൊടി, ഉപ്പ്,
കുരുമുളക് പൊടി. അതിനെ വറക്കാൻ വേണ്ടിയിട്ടുള്ള പരിഞ്ഞിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു തിളക്കുന്ന കണ്ടോ ഗൈസ്. ചേമ്പ് വേവിക്കാൻ പോവാണ്. കുക്കറിൽ വെച്ചാണ് അമ്മ വേവിക്കുന്നത്. എല്ലാം കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാൻ വെള്ളം എടുത്ത് അമ്മ പോയിക്കുക. ഈ രണ്ടെണ്ണം വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പിടുവാണ്. കുക്കറിലൊക്കെ വെക്കുക. എന്നിട്ട് ഇനി കുക്കറിലോട്ട് അടച്ചങ്ങ് വെക്കുകയാണ് ഗൈസ്. 2 വിസിലടിക്കുമ്പോൾ നമ്മൾ എടുക്കും. ഇത് നമ്മൾ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കർ വെച്ച് വിസിലടിക്കുന്ന വെയിറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പുറത്ത് മീൻകറി, അപ്പുറത്ത് കുക്കർ നമ്മുടെ ചേമ്പ് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വിസിലടിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മീൻകറി ആയിട്ടുണ്ട്. നമ്മുടെ മീൻകറി വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോവാം. പെട്ടെന്ന് ഓപ്പൺ ചെയ്താലേ ഗൈസ്, പണി പാളി ഗൈസ്. പറഞ്ഞ പോലെ നല്ല എന്ത് പോയോടി. ഗൈസ് റെഡി ആയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ ചേനയല്ല ചേമ്പ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻകറി റെഡിയാക്കി. നമ്മുടെ മീൻകറിയും ചേമ്പും റെഡിയാക്കി അമ്മ കഴിക്കാൻ എടുക്കുക. അങ്ങനെ മീൻകറിയും ചേമ്പും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. മീൻകറിയും ചേമ്പും കഴിച്ചു നോക്കാം. നല്ല ചൂട് മീൻകറിയും നമ്മുടെ ചേനയും. നല്ല ചൂട് മീൻകറി ഇച്ചിരി ഒരു പീസ് എടുത്ത് കുറച്ച് മീനും നുള്ളി എടുത്ത് ആഹാ കഴിച്ചു നോക്കാം നമുക്ക്. ഒരു രക്ഷയില്ല ഗൈസ്, സൂപ്പറാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം എൻ്റെ ചേമ്പും മീൻകറിയും കൂടെ കഴിക്കട്ടെ. ബൈ.